മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരം പട്ടത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. അമിത വേഗതയിൽ എത്തിയ കാർ ഓട്ടോയിലും സ്കൂട്ടറിലും ഇടിച്ചായിരുന്നു അപകടം. ഓട്ടോ മുഴുവനായും കത്തി നശിച്ചു. ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന സുനിയാണ് മരിച്ചത്. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, ഈ ഒരു രാവിലെ തന്നെ നമുക്കൊരു സങ്കടകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ഒരു വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതും അമിത വേഗതയാണ് ഈ ഒരു മരണത്തിന് കാരണം, അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിന് കാരണം എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, പട്ടം സെന്റ് മേരീസ് പള്ളിക്ക് സമീപമാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 3:10 കൂടിയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ അപകടത്തിൽ അമിത വേഗതയിൽ എത്തിയ കാറ് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. അതിനുശേഷം ആ ഓട്ടോ ഒരു സ്കൂട്ടറിൽ പോയി ഇടിക്കുന്നു. അങ്ങനെ 3 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. അപകടത്തിന്റെ ആഘാതത്തിൽ ഓട്ടോ പൂർണ്ണമായിട്ടും കത്തിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ ഓട്ടോ കത്താനുള്ള കാരണം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസാണ് സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഓട്ടോയ്ക്കകത്ത് ഇന്ധനം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കണം. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഓട്ടോയുടെ മുഴുവൻ ഭാഗവും കത്തി പോയിട്ടുണ്ടായിരുന്നു. നിർമ്മാണ തൊഴിലാളികളാണ് ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. 2 പേരാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ദൃക്സാക്ഷികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറാണ് മരിച്ചത് എന്നുള്ളതാണ് അറിയുന്നത്. സുനി 40 വയസ്സുള്ള വ്യക്തി എന്നയാളാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിന് ശേഷം ഈ ഓട്ടോ ഒരു സ്കൂട്ടറിൽ പോയി ഇടിക്കുന്നു. സ്കൂട്ടറിൽ 2 പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപകടത്തിൽ 3 വാഹനങ്ങളിലും ഉണ്ടായിരുന്നവർക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്. കാറിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അമിത വേഗതയിലാണ് കാറ് എത്തിയത്. ഈ കാറിൽ നോക്കിയാലും അറിയാം ഈ അപകടത്തിന്റെ ആഘാതം അത് എത്രത്തോളമാണെന്ന്. കാറിൽ നോക്കിയാലും നമുക്ക് അറിയാം. പൂർണ്ണമായിട്ടും 3 വാഹനങ്ങളും തകർന്നു പോകുന്ന സാഹചര്യമാണ് അപകടത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ വാഹനത്തിൽ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ അകത്ത് കിടക്കുന്നത് നമുക്ക് കാണാം. ദീർഘദൂര യാത്ര കഴിഞ്ഞു വന്ന കാറാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും കാർ ഓടിച്ചിരുന്നത് ഒരു 19 വയസ്സുകാരൻ അയാൻ എന്നുള്ള വിവരമാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്നത്. വലിയ അപകടമാണ് ഇന്നലെ പുലർച്ചയോടുകൂടി ഉണ്ടായിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സുനി എന്നയാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിൽ വലിയ അപകടമാണ് ഇന്നലെ പുലർച്ചെ 3:10 കൂടി ഈ പട്ടത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് അപകട കാരണമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വീണ്ടും വരേണ്ടതായിട്ട് ഉണ്ട്. എന്തായാലും കാർ അമിത വേഗതയിൽ എത്തിയതാണ് ഈ അപകട കാരണം എന്നുള്ള വിവരമാണ് ഈ അപകടം കണ്ട ദൃക്സാക്ഷികളിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. മറ്റ് വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ഈ അപകടത്തെ തുടർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്നത്. 3 വാഹനമാണ് ഇന്നലെ പട്ടത്തുണ്ടായ അപകടത്തിൽ ഇപ്പോൾ 3 വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒരാൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഓട്ടോയിൽ ഈ മരിച്ചയാൾക്ക് ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിക്കും അതിസാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഈ ഡ്രൈവറെ ഉൾപ്പെടെ ഓട്ടോയ്ക്ക് അകത്തു നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് ശ്രമകരമായിരുന്നു എന്നുള്ളതും ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരാൾക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ദീപ്തി, സൂര്യ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആ ഒരു അപകടത്തിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മറ്റ് യാത്രക്കാർ, അല്ലെങ്കിൽ ഈ ഒരു മറ്റ് വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെ നിലവിലെ ആരോഗ്യനില എങ്ങനെയാണ്? അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നു. അവരുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? ദീപ്തി, മറ്റ് വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർക്കും സാരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അറിയുന്നത്. ഈ സ്കൂട്ടറിൽ 2 പേരുണ്ടായിരുന്നു. കാറിൽ ഒരാളെ മാത്രമേ കണ്ടുള്ളൂ, ഡ്രൈവറെ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ളതാണ് അപകടം നേരിട്ട് കണ്ടവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ഓട്ടോയിൽ മരിച്ച ആളിന് പുറമെ മറ്റ് ഒരാളും കൂടി ഉണ്ടായിരുന്നു. അവർക്കും നേരിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഓട്ടോ ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും കത്തിപ്പോയതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ആരായിരുന്നു ഇവർ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വീണ്ടും ഒരു കൃത്യത വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിർമ്മാണ തൊഴിലാളികളായിരുന്നു ഓട്ടോയിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരമാണ്. ഒരു പ്രൈവറ്റ് ഓട്ടോയാണ് ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും അപകടത്തിൽ കത്തി പോയിരിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങളിൽ
പോലീസ് നടത്തുന്നുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസാണ് സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ നടത്തുന്നത്. മറ്റ് ഓട്ടോ പൂർണ്ണമായിട്ടും കത്തുന്നതിന്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കാൻ ഫോറൻസിക് അടക്കമുള്ള വിഭാഗം പരിശോധന നടത്തുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് അടക്കം ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും വലിയ അപകടം തന്നെയാണ് ഇന്നലെ പുലർച്ചയോടുകൂടി പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തായിട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നുള്ളതാണ്. അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാരണം ഈ കാർ അമിത വേഗതയിൽ എത്തിയത് ആണ് എന്നുള്ളതാണ്. ഈ വാഹനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ഓട്ടോ ഓടിച്ചിരുന്ന വ്യക്തിയാണ് മരിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്നത്. സുനി എന്ന വ്യക്തിയാണ് മരിച്ചത് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. സൂര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ വേണ്ടി കൂടുതൽ അന്വേഷണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ഒരു ഓട്ടോയുടെ ഒരു സ്ഥിതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഓട്ടോ കത്തി നശിക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് കൂടുതൽ അന്വേഷണത്തിലൂടെ ആയിരിക്കും നമുക്ക് അതിലൊരു വ്യക്തത വരാം. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ അന്വേഷണം നടത്തി ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരാൻ സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും. അതായത് ഓട്ടോ നിർമ്മാണ തൊഴിലാളികളാണെങ്കിൽ ഈ ഓട്ടോയ്ക്കകത്ത് മറ്റ് ഇന്ധനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് അപകടമുണ്ടായ സമയത്ത് അത് ഓട്ടോ പൂർണ്ണമായിട്ടും കത്തുന്നതിനുള്ള ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് കരുതുന്നത്. ഈ ഓട്ടോയാണ് പിന്നീട് സ്കൂട്ടറിലേക്ക് ചെന്ന് പ്രതികരണമാണ് നമുക്കിപ്പോൾ വരുന്നത്. ശബ്ദം കേട്ട് ഓടി വന്നപ്പോഴത്തേക്ക് ഈ ഓട്ടോ കത്തുന്നു. അതിനകത്ത് 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെ ഇവിടെ വേറെ 2 സ്കൂട്ടറിൽ വന്ന പയ്യന്മാരെ കൂടെയാണ് ഞങ്ങൾ പുറത്തെടുത്ത്. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് തൊട്ടടുത്ത് സ്കൂട്ടറിൽ ഒരു ലേഡിയും ഒരാളും ഉണ്ടായിരുന്നു. ആ ലേഡി ഇവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവർ തീരെ അടുത്തായിരുന്നു. അവരെ എടുത്ത് മാറ്റി കിടത്തി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ കാറിലെ പയ്യനും ഉണ്ടായിരുന്നു. കാറിലെ പയ്യൻ ഇവിടെ നിലവിളിക്കുകയായിരുന്നു കിടന്നത്. അപ്പോൾ ആ ഒരു വിളിയൊക്കെ കേട്ടാണ് ഞങ്ങൾ വരുന്നത്. ഈ ശബ്ദവും നിലവിളിയൊക്കെ കേട്ടാണ് വന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ തീ കത്തുന്നു. അപ്പോൾ ഓട്ടോ ഡ്രൈവറെ എടുക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. കാലിലൊക്കെ നമ്മൾ പിടിച്ചിട്ട് തീ സ്ഫോടനത്തോടുകൂടി കത്തുന്നു. അപ്പോൾ ഇങ്ങനെ ചപ്പിയിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഫയർഫോഴ്സിനെ പോലീസിനെയൊക്കെ വിളിച്ച് അവർ വന്ന ശേഷമാണ് അവരെല്ലാം ആശുപത്രിയിലാക്കിയത്. തിരുവനന്തപുരം പട്ടത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. അമിത വേഗതയിലെത്തിയ കാർ ഓട്ടോയിലും സ്കൂട്ടറിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. ഈ ഒരു അപകടത്തിന്റെ ആഘാതത്തിൽ ഈ ഓട്ടോ മുഴുവനായി കത്തി നശിച്ചു. ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന സുനി എന്ന ഓട്ടോ ഡ്രൈവർ ആണ് മരിച്ചത്. ഈ ഓട്ടോയിൽ ഇയാളെ കൂടാതെ ഈ മരിച്ച ആളെ കൂടാതെ മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു. ഈ മറ്റു വാഹനത്തിലുണ്ടായിരുന്ന ഈ കാറിലും സ്കൂട്ടറിലും ഉണ്ടായിരുന്ന ആളുകളെ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു അപകടത്തിൽ ഒരു ഓട്ടോ ഡ്രൈവർ സുനിയാണ് മരിച്ചിരിക്കുന്നത്.